യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നവന് ആശ്വാസം കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. കാരണം യേശു ക്രിസ്തു കർത്താവ് തന്റെ പരശുശ്രൂഷയിൽ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാം, ആമേൻ, ഈ ലോകത്തിലെ അതെ ഭാരങ്ങളൊക്കെ നമുക്ക് താഴെ ഇറക്കി വെക്കാം. പക്ഷെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന തലക്ക് മുകളിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാം. പക്ഷെ മനസ്സിന്റെ അകത്തുള്ള ഭാരം ഇറക്കി വെക്കാൻ കഴിയത്തില്ല. ആ ഭാരം ഇറക്കി വെക്കുവാൻ യേശു ക്രിസ്തു വിളിക്കുകയാണ്. തന്റെ അടുക്കിലേക്ക് വരുന്നവരുടെ ഭാരങ്ങൾ യേശു എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് മരിക്കാൻ വേണ്ടി പോയിരിക്കുന്ന വ്യക്തിയുടെ മരണത്തെ ദൈവം മാറ്റിയിട്ടുണ്ട്. പള്ളിപ്രമാണി ഐറോസ് അത് യേശുവിന്റെ അരികിലേക്ക് വന്ന് എൻ്റെ മകൾ മരിക്കാനായി കിടക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ചപ്പോൾ ആ വിളിക്കകത്ത് യേശു പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? തന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഒരു വ്യക്തി വന്നു. ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട. യേശു ക്രിസ്തു അവനോട് പറഞ്ഞ വാക്കെന്നത്, നീ വിശ്വസിക്കുക മാത്രം ചെയ്ത് നിന്റെ മകൾ ജീവിക്കുമെന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? മരിച്ചു കിടക്കുന്നവരുടെ വിലാപങ്ങളും കരച്ചിലുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവോടെ പറഞ്ഞൊറ്റ വാക്കാണ്, ആ കുഞ്ഞിനെ കിടക്കുന്ന സ്ഥലത്ത് പോയി ചെന്ന് അവന്റെ അമ്മയും അപ്പനെയും, ആ കുഞ്ഞിന്റെ അമ്മയും അപ്പനെ അകത്ത് കയറ്റി, ശിഷ്യന്മാരെയും കയറ്റി യേശു ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നു. പാലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ജീവിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ആ ഭാരങ്ങളെ മാറ്റുവാൻ, ആ ഭാരം ഏത് ലോകത്ത് ഒരു മനുഷ്യന് മാറ്റാൻ കഴിയത്തില്ല. അല്ല, യേശു ക്രിസ്തു ആ ഭാരം മാറ്റി. എന്താണ്? ആ മനസ്സിന്റെ അകത്ത് തന്റെ മകൾ നഷ്ടപ്പെട്ട ഏകജാതിയ മകൾ നഷ്ടപ്പെട്ട ഭാരമാണ്. അത് മാറ്റുവാൻ ലോക സ്ഥാപനത്തിൽ ഒരു ഡോക്ടർമാർക്കോ ഒരു മനുഷ്യനോ കഴിയത്തില്ല. അതാണ് യേശു ക്രിസ്തുവിന്റെ കാര്യം. കാരണം യേശു ക്രിസ്തു മനുഷ്യനല്ല, അവൻ ദൈവമത്ര. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവ, നിത്യപിതാവ്, സമാധാന പ്രവർത്തകൻ. അവൻ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത് വരുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഗോഡ് ബ്ലെസ് യു.